ഒരു വിഭാഗം ആളുകളെ പൊക്കി കാണിക്കാനായിട്ട് മറ്റൊരു വിഭാഗം ആളുകളെ ഇങ്ങനെ താഴ്ത്തി കെട്ടേണ്ട കാര്യം ഉണ്ടോ? ഇതൊക്കെ PR പണിയാണ്, നമുക്കറിയാം. 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യൻ ടീമിന് തണുപ്പൻ സ്വീകരണം. നായകൻ ശുഭ്മാൻ ഗിൽ അടക്കം താരങ്ങളെ വരവേൽക്കാനായി ഒരു ആരാധകൻ പോലും വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഒരാൾ വരെ കാണാനൊന്നും വന്നില്ല ശുഭ്മാൻ ഗിലിനെ ടീമിന്. BCCI അധികൃതരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചോടെ പുതിയ ടീമുമായാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം കളിക്കുന്നത്. അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഒന്നും കാണാൻ വന്നില്ല. പുച്ഛം. പിന്നെ ആള് കുറവായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അതിനുള്ള കാരണം നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തമാണ്. RCBയുടെ പരിപാടിയിലുണ്ടായ ആ ഒരു ആഘാതം ക്രിക്കറ്റ് പ്രേമികളൊന്നും വിട്ടുപോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഈ വലിയ ആൾക്കൂട്ടമൊന്നും എവിടെയും പ്രതീക്ഷിക്കേണ്ട. അതിന് ആര് തന്നെ വന്നാലും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യൻ മൊത്തത്തിൽ ഇപ്പോൾ അവിടെ പോയി ഇറങ്ങിക്കൊന്നുമില്ല. ഓൾറെഡി KL രാഹുൽ, ജയ്സ്വാൾ, പിന്നെ കരുൺ നായർ, അങ്ങനത്തെ കുറേ ടീമുകൾ അവിടെ എത്തി പ്രാക്ടീസ് മാച്ചൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ശുഭ്മാൻ ഗിൽ, ഗൗതം ഗംഭീർ, ഋഷഭ് പന്ത്, അങ്ങനെ കുറച്ച് താരങ്ങളാണ് ഇപ്പോൾ പോയത്. അതൊക്കെ റെഡിയാവും. ഇതൊക്കെ പിള്ളേരല്ലേ. ഇതിങ്ങനെ കാലഘട്ടം മാറി മാറി വരണ്ടേ. എപ്പോഴും കുറേ ആരാധകർ മാത്രമുള്ളവർ കളിച്ചുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഈ കളിക്കാർ കൂടി കളിക്കട്ടെ, കളിച്ച് ഇന്ത്യ ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ആളൊക്കെ തന്നെ കുടിക്കോളും. ഈ പേടിയും കൂടി ഒന്ന് മാറണം ഈ ദുരന്തത്തിൻ്റെ.